കാറുകളിലും മറ്റ് ചെറുവാഹനങ്ങളിലും രഹസ്യാറകളുണ്ടാക്കി MDMA ഉൾപ്പെടെയുള്ള വീര്യം കൂടിയ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ജില്ലയിലേക്ക് കടത്തുന്ന സംഘം പോലീസ് പിടിയിൽ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ IPS ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പെരിന്തൽമണ്ണ DYSP സാജു K എബ്രഹാം, മലപ്പുറം DYSP പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരൻ, SI ഷിജോ C തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം രാത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വെച്ച് 104 ഗ്രാം MDMAയുമായി തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പറ്റയിൽ ദാവൂദ് ഷമീൽ, കൊടിഞ്ഞിയത്ത് ഷാനിദ് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യകണ്ണികളെക്കുറിച്ച് സൂചന ലഭിക്കുകയും തുടർച്ചയായി ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ ലഹരി മരുന്നുകൾ നാട്ടിലേക്ക് കടത്തുന്നതായും ജില്ലയിലെ ചെറുകിട ലഹരി വിൽപ്പനക്കാർക്ക് കൈമാറുന്നതായും സൂചന ലഭിച്ചിരുന്നു. പ്രതികൾ കാറിൽ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ CI സുമേഷ് സുധാകരൻ, SI ഷിജോ C തങ്കച്ചൻ, ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം രാത്രി 12 മണിയോടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറ റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് കാർ കൈകാണിക്കുകയും നിർത്താതെ മുന്നോട്ടെടുത്ത കാർ പോലീസ് വാഹനം കുറുകെയിട്ട് തടയുകയുമായിരുന്നു. കാറിന്റെ മുൻവശം എഞ്ചിന്റെ അടിയിലായി രഹസ്യറയിൽ നിന്നാണ് ഒളിപ്പിച്ച് കടത്തിയ MDMA കണ്ടെടുത്തത്. ദേഹത്തും ബാഗുകളിലും ഒളിപ്പിച്ച് കടത്തുന്ന സ്ഥിരം രീതി പോലീസും എക്സൈസും കണ്ടുപിടിക്കാൻ തുടങ്ങിയതോടെയാണ് ലഹരിക്കടത്ത് സംഘം പുത്തൻ രീതികൾ പരീക്ഷിക്കുന്നതെന്നും മുൻപും പലതവണ ഇതേ രീതിയിൽ ലഹരി മരുന്ന് കടത്തിയതായും പ്രതികൾ പോലീസ് സംഘത്തോട് പറഞ്ഞു. മൊറയൂരിലെ LP സ്കൂളിന്റെ മാനേജറാണ് ദാവൂദ് ഷമീൽ. കൂടാതെ ബാംഗ്ലൂരിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റും നടത്തുന്നുണ്ട്. കൂട്ടുപ്രതി ഷാനിദും ദാവൂദ് ഷമീലിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലാണ് പ്രതികൾ അമിതലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്ത് നടത്തുന്നത്. പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും. അഡീഷണൽ SI സതീശൻ, പെരിന്തൽമണ്ണ, മലപ്പുറം ഡാൻസ് സ്റ്റാഫ് അംഗങ്ങളും പരിശോധന സംഘത്തിലുണ്ടായിരുന്നു. മലപ്പുറം ലൈവ് വോയിസ്, പെരിന്തൽമണ്ണ.